ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോകളായിട്ട് നമ്മളെങ്ങനെ ചെസ്സ് കളിക്കാമെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരാം. എന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെസ്സ് കളിക്കുന്നതെന്ന്, അതുപോലെ തന്നെ ചെസ്സിൻ്റെ പീസ് ഏതൊക്കെയാണ്, എങ്ങനെ ബോർഡ് സെറ്റ് ചെയ്യാം, അതുപോലുള്ള കുറേ കാര്യങ്ങൾ ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ ഒരു പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെസ്സിനെ കുറിച്ചൊരു ബേസിക് മുതൽ അഡ്വാൻസ് വരെയുള്ള കാര്യങ്ങൾ ലേൺ ചെയ്യാം. അതിൽ വരുന്ന ഒരു സെക്ഷനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, നൊട്ടേഷൻ. എന്താണ് നൊട്ടേഷൻ എന്ന് നമുക്ക് നോക്കാം. നൊട്ടേഷൻ എന്ന് പറയുന്നത് സിമ്പിളായി ഞാൻ പറയുകയാണെങ്കിൽ, നമുക്ക് ഓരോ ബോർഡിനും ഓരോ പേരുണ്ട്. ആ ഒരു പേരിന് നമ്മൾ പറയലാണ് നൊട്ടേഷൻ എന്ന് പറയൽ. അതായത് നമുക്ക് ഓരോ കളങ്ങളുണ്ട്. നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ നമുക്ക് 64 കളങ്ങളുണ്ട്. ഓരോ കളത്തിന് നമ്മൾ ഓരോ പേര് വെച്ച് പറയാറുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞാലുള്ള ഉപകാരം എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് പെട്ടെന്ന് തന്നെ, അതായത് നമുക്ക് ബോർഡില്ലാതെ തന്നെ നമുക്ക് കളിക്കാൻ സാധിക്കും. അതായത് ബ്ലൈൻഡ് ഫോൾഡ് വഴി നമുക്ക് ചെസ്സ് കളിക്കാൻ സാധിക്കും. ഫോൺ സംസാരിച്ചുകൊണ്ടും ചെസ്സ് കളിക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നൊട്ടേഷൻ എങ്ങനെയാണ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കളത്തിന് മാത്രമല്ല, നമ്മുടെ ഈ ഒരു പീസിൽ നമ്മൾ കാണുന്ന ഈ റൂക്ക്, നൈറ്റ്, ബിഷപ്പ്, കിങ്, ക്യൂന്, ഇതേപോലുള്ള പോൺ പോലെയുള്ള പീസസിന് നമുക്ക് ഓരോ പേരുകളുണ്ട്. അതായത് നമ്മൾ റൂക്കിന് എന്താ നമ്മൾ പറയുക, റൂക്കാണ്. അപ്പോൾ റൂക്കിൻ്റെ ആദ്യത്തെ അക്ഷരമായ ആറാണ് നമ്മൾ റൂക്കിനെ സൂചിപ്പിക്കുന്നത്. റൂക്കിന് നമ്മൾ ആർ എന്ന് സൂചിപ്പിക്കും. അതുപോലെ തന്നെ നമ്മൾ നൈറ്റിനെ എൻ വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി റീസൺ എന്ന് പറയുന്നത്, നൈറ്റ് എന്ന് പറയുന്നത് ആദ്യം തുടങ്ങുന്നത് കെ വെച്ചിട്ടാണ്. പക്ഷെ നമ്മൾ അതായത് KNI ആണ് നൈറ്റിൻ്റെ സ്പെല്ലിങ്. പക്ഷെ നമ്മൾ സൂചിപ്പിക്കുന്നത് നൈറ്റ് എന്ന് പറയുന്നത് N ആണ്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ കിങ്ങിന് സൂചിപ്പിക്കുന്നത്, കിങ് എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത് K ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് കിങ്ങിനെ സൂചിപ്പിക്കുന്നത് നമ്മൾ K വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് 2 പീസിന് ഒരു സമയത്ത് സൂചിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒരു പീസിന് കിങ്ങും, അതായത് കിങ്ങിക്ക് കെയും, അതുപോലെ തന്നെ നൈറ്റിന് രണ്ടാമത്തെ ലെറ്ററായ, അതായത് കെക്ക് ശേഷം വരുന്ന രണ്ടാമത്തെ ലെറ്ററായ N ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് നൈറ്റിക്ക് N എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിമ്പിൾ ഉപയോഗിക്കുന്നത്. അടുത്ത നമ്മൾ വരുന്നത് ബിഷപ്പാണ്. ബിഷപ്പ് കാര്യം പോലെ തന്നെ ബിഷപ്പിൻ്റെ ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത് B ആണ്. അപ്പോൾ നമ്മൾ ബിഷപ്പിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ B ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. കിങ്ങിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് K ആണ്. കിങ്ങിൻ്റെ ആദ്യത്തെ ലെറ്ററായ K ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ക്യൂവിന് ഉപയോഗിക്കുന്ന ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് Q ആണ്. ക്യൂവിൻ്റെ ആദ്യത്തെ സ്പെല്ലിംഗ് ആയ, അതായത് ക്യൂവിൻ്റെ ആദ്യത്തെ സ്പെല്ലിംഗ് ആയ Q ആണ് നമ്മൾ ക്യൂവിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ പോൺക്ക് ഒരു പേരില്ല. ഞാൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് പോണിനെ ഡിഫൈൻ ചെയ്യാറില്ല. കാരണം നമുക്ക് സാധാരണഗതിയിൽ നമുക്കിപ്പോൾ ഞാനൊരു മൂവ് കളിച്ചെന്ന് വിചാരിക്കാം. അതിൻ്റെ മുമ്പ് ഞാൻ ഓരോ കളത്തിൻ്റെയും പേരുകൾ ഞാൻ പറയാം. എങ്ങനെയാണ് പേര് ഓരോ കളത്തിനും ഇടുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ബോർഡ് സെറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. അതായത് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വൈറ്റ് കളങ്ങളാണ് ഉള്ളത്. അങ്ങനെ തന്നെ നിങ്ങൾ അസ്യൂം ചെയ്യുക, നിങ്ങളുടെ മുമ്പിൽ വൈറ്റ് കളങ്ങളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ വൈറ്റ് കളങ്ങളിൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന്, അതായത് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന, അതായത് എൻ്റെ ഈ ഒരു ഇത് നോക്കാം, നിങ്ങൾ കാണുന്ന ഈ ഒരു സിമ്പിൾ നോക്കാം, ഇങ്ങോട്ട് വരുന്നത്, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ABCD എന്നാണ് കണക്കൂട്ടുന്നത്. അതായത് ഈ ഒരു ലെഫ്റ്റിലുള്ള റൂക്ക് എന്ന് പറയുന്നത് A ആണ്. രണ്ടാമത്തെ നൈറ്റ് എന്ന് പറയുന്നത്, ആ ഒരു സ്ക്വയർ എന്ന് പറയുന്നത് B ആണ്. മൂന്നാമത്തെ സ്ക്വയർ എന്ന്, ആ ഒരു സ്ക്വയർ അല്ല, ആ ഒരു റോ, ആ ഒരു മുഴുവനായിട്ടുള്ള ആ ഒരു റോയാണ് നമ്മൾ പറയുന്നത്. ഞാൻ എന്തായാലും പറയാം, അതായത് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കണ്ട. ബിഷപ്പിനെന്ന് പറയുന്നത് C ആണ്. ക്യൂവിനുള്ള ആ ഒരു റോ എന്ന് പറയുന്നത് D ആണ്. കിങ്ങുള്ള റോന് നമ്മൾ പറയുന്നത് E ആണ്. രണ്ടാമത്തെ ബിഷപ്പുള്ള ആ ഒരു റോ എന്ന് പറയുന്നത് നമ്മൾ F ആണ്. പിന്നെയുള്ള നൈറ്റ് എന്ന് പറയുന്നത് G ആണ്. പിന്നുള്ളത് H ആണ്. അങ്ങനെ നമുക്ക് H ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് ഉള്ളത്. ഓക്കെ, നിങ്ങളതൊന്ന് മനസ്സിൽ ഉറപ്പിച്ചേക്കുക. ലെഫ്റ്റിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. വൈറ്റ് സൈഡ് ആകുമ്പോൾ മാത്രം ലെഫ്റ്റിൽ നിന്നും തുടങ്ങുകയാണ്. നിങ്ങളത് ശ്രദ്ധിക്കുക. ABCDEFGH ഇങ്ങനെയാണ് നമ്മൾ കളങ്ങൾ പറയുന്നത്. അപ്പോൾ അതുമാത്രം പോരാ, നമുക്കിങ്ങനെ മുന്നിലോട്ടും വേണം. അപ്പോൾ മുന്നിലോട്ട് നമ്മൾ പറയുന്നത് 1 2 3 4 5 6 7 8 എന്ന രീതിയിലാണ്. അത് കണക്കൂട്ടുന്നത് വൈറ്റ് സൈഡിൽ നിന്ന് തന്നെയാണ്. അതായത് വൈറ്റിൻ്റെ ആദ്യത്തെ റൂക്കായ ഈ ഒരു റൂക്കിൽ നിന്ന് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. 1 ആണ് ഈ റൂക്ക്. രണ്ടാമത്തെ വരുന്നത് 2 ആണ്, 3 ആണ്, 4 ആണ്, 5 ആണ്, 6 ആണ്, 7 ആണ്, 8 ആണ്. ഇങ്ങനെയാണ് നമ്മൾ കളങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത്. നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ലൈനൊക്കെ പറയുന്നത് ഒന്നാമത്തെ റോ ആണ്, രണ്ടാമത്തെ റോ, മൂന്നാമത്തെ റോ, നാലാമത്തെ റോ, അഞ്ചാമത്തത്, ആറാമത്തത്, ഏഴാമത്തത്, എട്ടാമത്തത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഒരു ബോക്സ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഡിഫൈൻ ചെയ്യും. അതായത് ഈ ബേസ് ഇതൊരു റോ, ഇതൊരു കോളം, അങ്ങനെ 8 കോളങ്ങളുണ്ട്. നമ്മൾ ഓരോ കോളത്തിനും നമ്മൾ ലെറ്റർ ബേസിലും, അതേപോലെ തന്നെ നമ്മൾ ഓരോ റോക്ക് നമ്മൾ
നമ്പർ ബേസിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു കോളം എന്ന് പറയുന്നത്, അതായത് ഈ റൂക്ക് നിൽക്കുന്ന ഈ ഒരു സ്ക്വയറിനെ നമുക്കൊരു പേര് വിളിക്കാം. ആ ഒരു പേരെന്ന് പറയുന്നത് A1 ആണ്. കാരണം നമ്മളുടെ ഈ ഒരു റോയിലൂടെ ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത് A ആണ്. ആ ഒരു ലെറ്റർ ഉള്ളത് ഈ ഒരു റൂക്ക് നിൽക്കുന്ന ഈ ഒരു സ്ഥാനത്താണ്. അതുപോലെ തന്നെ നമ്മുടെ റോ ബേസിൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ നമ്പറായ 1 നിൽക്കുന്നത് ഈ ഒരു സ്ക്വയറിലാണ്. അപ്പോൾ നമുക്ക് ഇതിനെ A1 എന്ന് പറയാം. അതുപോലെ നമ്മൾ ഈ ഒരു സ്ക്വയർ, അതായത് ബിഷപ്പ് എടുക്കുന്ന ഈ ഒരു സ്ക്വയറിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം. അതായത് നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ക്വയർ, അതായത് ഇത് 1 ആണ്. റോ നിങ്ങൾ നോക്കുക, ഈ ഒരു കോളം 1 ആണ്. ഈ ഒരു കോളം A ആണ്, കോളം B ആണ്. അതുപോലെ തന്നെ ഈ ഒരു കോളം C ആണ്. അപ്പോൾ നമ്മൾ കോളം നോക്കുക, കോളം ഏതാണ്? കോളം C കോളത്തിലാണ് നമ്മൾ ഈ ഒരു ബിഷപ്പ് ഉള്ളത്. നമുക്ക് C മാത്രം പറഞ്ഞാൽ പോരാ, സിയിലുള്ള നമ്പറും പറയണം. ഇതിൽ ഏത് റോ ആണ്? സിയിലുള്ള 1ാമത്തെ റോ ആണ്. അപ്പോൾ നമ്മൾ ഇതിന് C1 എന്ന് പറയും ഈ ഒരു കളത്തിന്. വേറൊരു എക്സാമ്പിൾക്ക് വേണ്ടി നമ്മൾ ഈ ഒരു പോണ നമ്മൾ ഇവിടെ കളിച്ചെന്ന് വിചാരിക്കുക. ഈ ഒരു കളത്തിൻ്റെ പേരെന്ന് പറയുന്നത് D4 ആണ്. എന്തുകൊണ്ടാണ് D4 എന്ന് പറയുന്നത് ഈ ഒരു കളത്തിന്? നിങ്ങളൊന്ന് കണക്കൂട്ടുക. അതായത് നമ്മൾ ലെഫ്റ്റിൽ നിന്നാണ് അക്ഷരം തുടങ്ങുന്നത്, ABCD. അപ്പോൾ ഇവിടെ D ആണ്. ഈ ഒരു റോയിലാണ് നമ്മൾ ഈ ഒരു പോണുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നമ്പർ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങുമ്പോൾ, അതായത് വൈറ്റിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുമ്പോൾ, റോയിൽ തുടങ്ങുമ്പോൾ ആദ്യത്തെ റോ ആണിത്, 2ാമത്തെ റോ, 3ാമത്തെ റോ, 4ാമത്തെ റോ. അപ്പോൾ ഇത് 4ാമത്തെ റോ ആണ്. അപ്പോൾ 4ാമത്തെ റോയിൽ ഡിയിലാണ് നമ്മൾ ഈ ഒരു പീസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ D4 എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ടാകും, ഇവിടെ കാണാം നിങ്ങൾക്ക് D4 എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഇതിൻ്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പോൺ പുഷ് ചെയ്യുമ്പോൾ നമുക്ക് നൊട്ടേഷൻ പറയാറില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ക്യൂവിന്, അതുപോലെ തന്നെ ബിഷപ്പിന്, നൈറ്റിനും റൂക്കിനൊക്കെ നമ്മൾ നൊട്ടേഷൻ പറയാറുണ്ട് ഓരോ സ്പെല്ലിംഗ് വെച്ചിട്ട്. പക്ഷെ നമുക്ക് പോണൊക്കെ നീക്കം ചെയ്യുമ്പോൾ നമുക്കൊരു സ്പെല്ലിംഗ് പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പോണും നീക്കം ചെയ്യുന്നത് ഒരു ക്രോസ് ബേസ് നമ്മൾ നീക്കാറില്ല. അതുകൊണ്ട് തന്നെ വെട്ടുമ്പോൾ മാത്രമേ നീക്കാറുള്ളൂ. അല്ലാത്ത സമയത്ത് നമ്മൾ ഒരു പീസ് നീക്കുമ്പോൾ നമുക്ക് ആ ഒരു പേര് വിളിക്കേണ്ട ആവശ്യമില്ല. പോൺ D4, പോൺ D5, അതുപോലുള്ള പീസസ് പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ D4 എന്ന് പറയുമ്പോൾ വേറൊരു പീസ് നമുക്ക് നീക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഓൾറെഡി ആയിട്ട് ഇത്ര പീസിൻ്റെ പേര് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു പീസിൻ്റെ പേര് മാത്രം നമുക്കില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം, ഈ ഒരു പീസ് അല്ലാത്ത സമയത്ത് വിളിക്കുമ്പോൾ ഏത് പീസ് മൂവ് ചെയ്യണം? ഈ ഒരു പോൺ മാത്രം മൂവ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ സാമ്പിൾക്ക് വേണ്ടി ഞാനൊരു അടുത്തൊരു സ്ക്വയർ കൂടി കാണിച്ചു തരാം. നമ്മുടെ നൈറ്റ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു ബ്ലാക്ക് നൈറ്റ് ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു കളത്തിൽ നമ്മൾ എന്തായിരിക്കും പേര് പറയുക? നമ്മൾ നമ്പർ ആദ്യം ഏത് അക്ഷരമാണെന്ന് നോക്കാം. കോളം ബേസിൽ നോക്കാം. അപ്പോൾ കോളം 1 ആണ്, A ആണ്, കോളം B ആണ്, C ആണ്, D ആണ്, E ആണ്, F ആണ്. അപ്പോൾ നമ്മളുള്ളത് നൈറ്റുള്ളത് F കോളത്തിലാണ്. F കോളം മാത്രം അറിഞ്ഞാൽ പോലെ നമുക്ക് നമ്പർ അറിയണം. അപ്പോൾ നമ്മളുടെ ഈ സൈഡിൽ നിന്നാണ് നമ്മൾ നമ്പർ നോക്കുന്നത്. 1 ആണ്, 2 ആണ്, റോ 3 ആണ്, 4 ആണ്, 5 ആണ്, 6 ആണ്. അപ്പോൾ നമ്മുടെ 6ാമത്തെ കളത്തിൽ സിയിലാണ് നമ്മളുള്ളത്. 6ാമത്തെ കളത്തിൽ Fയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ F6 എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ഈ ഒരു സ്ക്വയറിന്, അതായത് നൈറ്റ് നിൽക്കുന്ന ഈ ഒരു സ്ക്വയറിന് നമുക്ക് F6 എന്ന് വിളിക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് നൈറ്റ് F6 കളിച്ചു, അതായത് നൈറ്റിനെ F6ലേക്ക് കളിച്ചു. അപ്പോൾ നമുക്ക് എപ്പോഴും നൈറ്റിന് F6ലേക്ക് കളിച്ചു, ബിഷപ്പിന് C4ലേക്ക് കളിച്ചു, ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അതായത് ബിഷപ്പിന് F4ലേക്ക് കളിച്ചു, ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്ക്വയർ പറയുന്നത് F4 ആണ്. കാരണം നിങ്ങൾ നോക്കാൻ കണക്കൂട്ടാം, ABCDEF ഈ ഒരു റോളാണ് വരുന്നത്. ഈ ഒരു കോളത്തിലാണ് F കോളാണിത്. ഇതൊരു F കോളാണ്. അപ്പോൾ നമ്മൾ നമ്പർ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4. അപ്പോൾ നമ്മൾ നമ്പർ 4 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കാൻ നിങ്ങൾക്ക് കാണാം ബിഷപ്പ് F6 ആണ്. അതായത് ബിഷപ്പിൻ്റെ ആദ്യത്തെ പേരെന്ന് പറയുന്നത്, ആദ്യത്തെ ലെറ്റർ B ആണ്. അപ്പോൾ നമ്മൾ ബിഷപ്പിനെ വിളിക്കുന്നത് B ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതിനെ പറയുന്നത് ബിഷപ്പ് F6 എന്നാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാം. അതായത് ബിഷപ്പ് എവിടെ നിൽക്കുന്നു അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ പേര് പറയാം. അതായത് ഇപ്പോൾ ബിഷപ്പ് നമ്മൾ തൊട്ട് മുമ്പ് ബിഷപ്പ് നമുക്ക് ഇവിടെ കളിക്കുകയാണെങ്കിൽ, അതായത് ബിഷപ്പിനെ നമ്മൾ എടുത്തിട്ട് ഇവിടെ കളിക്കുകയാണെങ്കിൽ ആദ്യം ആ ഒരു ബിഷപ്പിൻ്റെ പേര് പറയണം. ബിഷപ്പിൻ്റെ പേര് എന്താണ്? B ആണ്. അപ്പോൾ നമ്മൾ B എന്ന് പറഞ്ഞു, അതിനുശേഷം ഈ ഒരു കളത്തിൻ്റെ പേരും പറയണം. അതായത് ഈ ഒരു E3യിലാണ് നമ്മൾ ഈ ഒരു ബിഷപ്പ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു മൂവിനെ നമ്മൾ പറയുന്നത് ബിഷപ്പ് E3 എന്നാണ്. കാരണം ബിഷപ്പിൻ്റെ പേര് പറഞ്ഞു, അതിനുശേഷം ഏത് പീസാണ് നീക്കുന്നതെന്ന് പറഞ്ഞു. ഏത് പീസാണ്? ബിഷപ്പാണ്. എവിടെയാണ് നീക്കുന്നത്? അത് E3യിലാണ്. അപ്പോൾ നമുക്ക് ബിഷപ്പ് E3 എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ പീസസ് പറയാറ്. അതുപോലെ തന്നെ നമ്മൾ പോൺ നീക്കുകയാണെങ്കിൽ നമുക്ക് പോണക്ക് പേര് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സാമ്പിൾക്ക് വേണ്ടി ഞാൻ ഈ ഒരു പീസാണ് നീക്കുന്നതെങ്കിൽ നമുക്ക് ഇതിൻ്റെ പേര് പറയണ്ട. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് നമ്മൾ F5 മാത്രം പറഞ്ഞാൽ മതി. അതായത് നമ്മളുടെ പോൺ F5ലേക്ക് കളിച്ചു, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. വെറും F5 പറഞ്ഞത് തന്നെ നമ്മൾ പോൺ പീസാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യണം. അതായത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പോൺ നീക്കുന്നതിനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ബ്ലാക്കിൻ്റെ പൊസിഷനിലൊന്ന് നോക്കുകയാണെങ്കിൽ ഒരു വ്യത്യാസമില്ല, റൂൾ അത് തന്നെയാണ്. പക്ഷേ
നമ്മൾ വൈറ്റിൻ്റെ രീതിയിൽ തന്നെ ബ്ലാക്കിൻ്റെ അതേപോലെ തന്നെ നമ്മൾ ഇതാക്കിയാൽ, അതായത് വൈറ്റിൻ്റെ അതേ റൂൾ ബ്ലാക്കൊക്കെ ആക്കിയാൽ ഇവിടെ കൺഫ്യൂഷൻ ആവും. അതായത് നമ്മൾ വൈറ്റിൻ്റെ പറഞ്ഞ എന്താണ്, ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ ABCD തുടങ്ങണമെന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ബ്ലാക്കിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്, വൈറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ അവിടെ നിന്ന് അസ്യൂം ചെയ്യുക, ഇവിടെ ഓപ്പണൻറ്റിലൊരു ആളോടൊന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വൈറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഏതാണ്, ഇതാണ്, അല്ലാതെ ഇതല്ല. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണെങ്കിൽ ഇവൻ്റെ വലത്തെ കൈയും ഇവൻ്റെ വലത്തെ കൈയാണ് നോക്കി, ഇങ്ങനെയാണ് നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് ശ്രദ്ധിക്കുക, ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡ്, അതായത് വൈറ്റിൻ്റെ ലെഫ്റ്റ് സൈഡും ബ്ലാക്കിൻ്റെ ലെഫ്റ്റ് സൈഡും ഒരേപോലെയല്ല. അപ്പോൾ നമുക്ക് അവിടെ ചെറിയൊരു രീതിയിൽ മാറ്റം വരുത്തണം. അതായത് വൈറ്റിൻ്റെ റൂൾ തന്നെയാണ്, പക്ഷേ ബ്ലാക്കിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മാറും. വൈറ്റിൻ്റെ റൂൾ എന്ന് പറയുന്നത് എന്താണ്, ലെഫ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത് ABCD മാത്രമാണ് ഞാൻ പറയുന്നത്, ലെഫ്റ്റിൽ നിന്നാണ് ABCD തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ വൈറ്റിൻ്റെ ലെഫ്റ്റിൽ നിന്നാണ് ABCD തുടങ്ങുന്നത്, അപ്പോൾ ബ്ലാക്കിൻ്റെ റൈറ്റിൽ നിന്ന് ABCD തുടങ്ങണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ABCD തുടങ്ങുന്നത്, ABCDEFGH ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഓക്കെ, ബ്ലാക്കിൻ്റെ ആണെങ്കിൽ. അതുപോലെ നമ്മൾ നമ്പർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓർഡർ ആയിട്ട് ഒരു നമ്പർ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എവിടെ നിന്നാണ്, വൈറ്റിൽ നിന്നാണ് നമ്പർ തുടങ്ങുന്നത്. 1 2 3 4 5 6 7 8 ഇങ്ങനെയാണ് നമ്മൾ വൈറ്റിൽ നിന്ന് നമ്പർ തുടങ്ങുന്നത്. അപ്പോൾ അതും ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല, കാരണം നമ്മളത് മാറ്റിയാൽ കൊളാപ്സ് ആവും രണ്ട് നമ്പറും. നമുക്ക് മനസ്സിലാവില്ല ഏത് മൂവാണ് നീക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നമ്പർ തന്നെ വെക്കാം. അതായത് നമ്മുടെ ഈ ഒരു റോ എന്ന് പറയുന്നത് 8 ആണ്, 7 ആണ്, ഇത് 6 ആണ്, 5 ആണ്, 4 ആണ്, 3 ആണ്, 2 ആണ്, 1 ആണ്. ഓക്കെ, ഒരു മാറ്റവും ഇല്ല. ABCD മാത്രം റൈറ്റിൽ നിന്ന് തുടങ്ങും, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഞാൻ സാമ്പിൾക്ക് ഒരു മൂവ് നീക്കി കാണിക്കാം. നമ്മുടെ നൈറ്റ് ഇവിടെ കളിച്ചു. അപ്പോൾ ഈ ഒരു സ്ക്വയറിനെ എന്തായിരിക്കും പറയുക, ഈ ഒരു സ്ക്വയറിനെ പറയുന്നത് നൈറ്റ് എവിടെയാണ് കളിച്ചത്, എന്താണ് കളിച്ചത്, നൈറ്റിൻ്റെ ആദ്യത്തെ സ്പെല്ലിംഗ് എന്താണ്, N ആണ്. അപ്പോൾ നമുക്ക് N എവിടെയാണ് കളിച്ചത് നോക്കാം, സിയിലാണ്, ABC. അപ്പോൾ സിയിലാണ് കളിച്ചത്. സിയിൽ എവിടെയാണ് കളിച്ചത്, ഏത് നമ്പറിലാണ്, 6ലാണ്. കാരണം 1 2 3 4 5 6 6ലാണ്. അപ്പോൾ C6, നൈറ്റ് C6 എന്ന് നമ്മൾ ഇതിനെ പറയും, നൈറ്റ് C6. അതുപോലെ തന്നെ നമ്മൾ ഒരു ക്യാപ്ചർ നടത്തുമ്പോൾ നമ്മൾ ഇതിനെ പറയുന്നത് എങ്ങനെയായിരിക്കും, നൈറ്റ് ഇൻറ്റു ഈ ഒരു സ്ക്വയർ, ആ സ്ക്വയറിൻ്റെ പേര് പറയുക. ഈ ഒരു സ്ക്വയറിൻ്റെ പേര് എന്താണ് നമ്മളൊന്ന് നോക്കാം. ഇവിടെ നിന്നാണ് അക്ഷരം തുടങ്ങുന്നത്, ABCD. അപ്പോൾ ഡിയിലാണുള്ളത്. ഡിയിലെ നമ്പർ എത്രയാണ്, 1 2 3 4. അപ്പോൾ D4, നൈറ്റ് ഇൻറ്റു D4 എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ നോക്കാം, നിങ്ങൾക്ക് കാണാം നൈറ്റ് ഇൻറ്റു D4 ആണ് ഇതിനെ പറയുന്നത്. ഓക്കെ, പിന്നെ സിംഗാണ് നമ്മൾ നൊട്ടേഷൻ പറയാറ്. എല്ലാ കാര്യങ്ങളും ഞാനൊന്ന് പറഞ്ഞെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം, ഞാൻ എന്തായാലും പറയാം. സംശയമുള്ളവർക്ക് സംശയം തീർത്തുതരാം.